പൊന്നാനി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി റൈസ് എന്ന പേരിൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും ചെയർപേഴ്സൺ CV സുധ നിർവഹിച്ചു. മനോഹരമായ നമ്മുടെ നഗരം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് എനിക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. മഴയെയും കാറ്റിനെയും എല്ലാതും അവഗണിച്ചുകൊണ്ട് നേരത്തെ ഇറങ്ങി നമ്മുടെ നഗരത്തെ നല്ല രീതിയിൽ ശുചിത്വമായി കൊണ്ടുപോകുന്നതിന് വളരെയേറെ പങ്കുവഹിക്കുന്ന ആളുകളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. അവരുടെ പ്രവർത്തനത്തിൽ സുരക്ഷത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നഗരസഭയുടെ ലക്ഷ്യം. അതിനോടനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷേമവും മാനസികവും ആരോഗ്യകരമായ ക്ഷേമം നിലനിർത്തുക എന്നതുകൂടി പൊന്നാനി നഗരസഭയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ എന്തിനു വേണം, നല്ല നമ്മുടെ കരുത്തും ആരോഗ്യം നമുക്ക് എന്ത് പ്രവർത്തനങ്ങൾക്കും വേണം. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നല്ല ക്ലാസ് എടുക്കുന്നതിന് വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ട്രെയിനർ സിദ്ദീഖ് AV ക്ലാസ് എടുത്തു. ശരിക്കും ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ വിളിപ്പേര് നൽകിയിരുന്നത് നഴ്സസ്മാർക്കായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് നഴ്സന്മാർക്ക് അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അവരെ രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ, അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ, അല്ലെങ്കിൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് അവർ നൽകിയ പങ്ക് ഏറ്റവും വലുതായതുകൊണ്ട് ലോകം അവരെ മാലാഖമാർ, ഏഞ്ചൽസ് എന്ന് വിളിച്ചു. എന്നാൽ അതേ പേര് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ ഈ നാടിൻ്റെ മണ്ണിൻ്റെ ഹൃദയം, ജീവൻ തിരിച്ചു നൽകി. നിങ്ങൾ ഓരോ വീടിൻ്റെയും ഉൾത്തലങ്ങളിലുള്ള കര ജൈവ മാലിന്യങ്ങളെ തുടച്ചു നീക്കി. എന്തുകൊണ്ട് നിങ്ങൾ മാലാഖമാരെന്ന് വിളിച്ചു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിലെ 3,62,00,000 പേർക്ക് വെറും 30,000 വരുന്ന ഹരിതകർമ്മ സേന അംഗങ്ങൾ ഇന്ന് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കും. സ്വച്ഛ് ഭാരത് എന്ന പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരുന്ന് വിളംബരം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോലും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാതിരുന്ന ആ പദ്ധതി കേരളത്തിൽ നിങ്ങൾ ഓരോ വീടാന്തരം കയറി ഇറങ്ങി നാടുകളും നാട്ടുകാരുടെയും ആദ്യം ഇറങ്ങിയപ്പോൾ എന്തെല്ലാം പുകലുകളായിരുന്നു നിങ്ങൾ സഹിച്ചിരുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK മഷൂദ്, റീന പ്രകാശൻ, P ഹസീന, സൗദാമിനി ടീച്ചർ, നഗരസഭാ സെക്രട്ടറി സജിറുൻ, ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു.